റീസെൻ്റ് ടൈമിൽ ചിദംബരം എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഒരു ഫിലിം ഉണ്ടായിരുന്നു, ബാലൻ എന്ന് പറഞ്ഞിട്ട് റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള. ഞാൻ PF മാത്യൂസ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് റീസെൻ്റ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വെയ്റ്റ്സിൽ ചെയ്യുന്നൊരു കൊത്തുപണിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിദംബരം ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടോട്ടൽ എന്താ പറയുക, എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യാമറ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ക്രാഫ്റ്റ്, ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാം വെച്ചിട്ട് ആ ഒരു ടോട്ടൽ ഔട്ട്പുട്ടിൽ ഇതെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ എല്ലാം ടോട്ടൽ ഔട്ട്പുട്ടാണ് ഈ പറയുന്ന ഒരു പടം. അതുകൊണ്ട് എല്ലാം ബെറ്റർ ആയതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു ഫിലിം, അല്ലെങ്കിൽ ഒന്ന് മാത്രം ബെറ്റർ ആയതുകൊണ്ടല്ല, ടോട്ടലി ഇവരുടെ ആ ഒരു എന്താ പറയുക, ഒരു എല്ലാ ഇൻഗ്രീഡിയൻസും പ്രോപ്പറായിട്ട് ഇട്ട് ഒരു പക്കായിട്ടുള്ളൊരു കുക്കിങ്ങിന് ശേഷമാണ് ആ പറയുന്നൊരു ഫിലിം നമ്മൾ ടേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് വാച്ച് ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക വർക്കാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ശരി, എന്താ വെച്ചാൽ പുതിയതായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, അവരുടെ ഫസ്റ്റ് ഫിലിമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഫിലിം. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്ന പോലെ തന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ടീം വർക്ക്, ആ ഒരു കൊളാബറേഷൻ്റെ ഔട്ട്പുട്ടാണ് ഈ പറയുന്ന ഒരു ഫിലിം ഇത്രയും സംസാരിക്കേണ്ടി വരുന്നത്. ഒരു ഫിലിമാണെങ്കിൽ പോലും രണ്ട് ഐഡൻറ്റിറ്റി ഇല്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ അവർ മൂലം മലയാള സിനിമയ്ക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫിലിം മൂലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഐഡൻറ്റിറ്റി അവർ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ഐഡൻറ്റിറ്റിയിൽ അവർ നടത്തുന്നൊരു എന്താ പറയുക യാത്രയാണ്. ആ യാത്രയിൽ അവർ നേരിടുന്ന ഓരോ വിഷയങ്ങളും അല്ലെങ്കിൽ അവർ ആ ഒരു സർവൈവൽ ജേണിയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഡാർക്ക് മൂഡിലാണ് ഈ പറയുന്ന ഒരു ഫിലിം എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു ഫീൽ ഗുഡായിട്ട് പറയാൻ പറ്റുന്നൊരു കഥയാണ് വെച്ചാൽ അത്രത്തോളം യൂണിവേഴ്സലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ആ ഒരു മദർ അല്ലെങ്കിൽ അമ്മ മകൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ മഞ്ഞപ്പില്ലിന് പറഞ്ഞ പോലെ അതിലവർ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തെക്കുറിച്ചോ സംസാരിക്കുന്ന ഒരു ഫിലിമാണ് മഞ്ഞുമൽ ബോയ്സ്. അല്ല അതൊരു വെറും ഒരു സർവൈവൽ ത്രില്ലറല്ല ആ ഒരു ഫിലിം. അതുപോലെ തന്നെ ഇതിലാണെങ്കിലും യൂസ് ചെയ്യുന്നൊരു വാക്കുണ്ട്, എന്താണ് അമ്മേ നമ്മുടെ പുതിയ കഥ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിലും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റികളിൽ ഓരോ സ്ഥലങ്ങളിൽ ജീവിക്കാൻ അവരെ അത് പ്രേരിപ്പിക്കുകയാണ്. അവരുടെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതിന്, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിനെ തന്നെ അവർ മറക്കാൻ ശ്രമിക്കുകയാണ് പുതിയ ഐഡൻറ്റിറ്റിയിൽ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഒരു ഫിലിം. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താ പറയുക, ഒരു വുമണായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ മദറായിട്ട് ആ പറയുന്നൊരു ഒരു ബോയ് അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു സൊസൈറ്റി ആയിട്ട് തന്നെ അവർ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർ ആ ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവർ ജയിലിൽ പോയിട്ട് ആ ഒരു ജയിലിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഒരു കുട്ടിക്ക് അവർ ജന്മം കൊടുക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ശേഷം ആ ഒരു എന്താ പറയുക, ആ ഒരു ജയിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കുട്ടി ഉണ്ടാകുന്നു, അതിൽ നിന്ന് അവർ പുറത്തു വരുമ്പോൾ അവർ നേരിടുന്ന ഒരു സൈക്കോളജിക്കലി പ്രോബ്ലം ഉണ്ട്. ആ ഒരു ട്രോമ ഇവരിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ കൂടുതൽ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു ഫിലിമിൽ അവർ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മേ ബി അതായിരിക്കാം. ആ ഒരു ചൈൽഡ്ഹുഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സറൗണ്ടിങ്സ്, നമ്മുടെ സറൗണ്ടിങ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഒരു കുട്ടീനെ ആ ഒരു ജയിലിൽ ജന്മം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ചൈൽഡ്ഹുഡിനെ തന്നെ അവർ റൂയിൻ ചെയ്യുന്ന പോലെയാണ്, അപ്പോൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പോലെയാണ് ഈ പറയുന്ന ഒരു ആ ഒരു കുട്ടിയുടെ ഒരു വളർച്ച ഈ പറയുന്നൊരു ഫിലിമിൽ അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിംഗിൾ വുമൺ അല്ലെങ്കിൽ ആ ഒരു വുമണായിട്ട് തന്നെ ഒരു ക്രൈമിനെല്ലാം ശേഷം അല്ലെങ്കിൽ ഏതൊരു രീതിയിലായിക്കോട്ടെ ഈ പറയുന്ന ഒരു സിറ്റുവേഷനിൽ അവരൊരു കുറ്റകൃത്യം ചെയ്യുന്നു, അതിന് ശേഷം ഈ പറയുന്ന ഒരു ജയിൽ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരൊരു സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ കണ്ണിൽ അവരെ കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അവരെ പോർട്രേ ചെയ്യുന്നൊരു വിധമുണ്ട്. അല്ലെങ്കിൽ അവർക്കത് ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പോലും ഐഡിയ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്രൈമോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒത്തിരിയധികം ആളുകൾ ഈ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക ആ ഒരു ജയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലൈഫിന് ശേഷം അവരുടെ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് അവർ സൊസൈറ്റിയിൽ നേരിടേണ്ടി വരുന്ന ഒരു പല കാര്യങ്ങളുണ്ട്. അവർ പഴയൊരു ലൈഫ് അവർക്ക് ഒരിക്കലും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെ പോർട്രേ ചെയ്യുന്ന വേറൊരു വിധത്തിലായിരിക്കും. അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. അതൊരു വുമൺ ആണെങ്കിൽ തന്നെ ആ ഒരു വുമണിന് നേരിടേണ്ട ഒരു ഒത്തിരി വെല്ലുവിളികളുണ്ട്. ഒരു സിംഗിൾ മദറായിട്ട് തന്നെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് ആ ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രഗിൾസ് നേരിടേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു ബാരിയേഴ്സ് എല്ലാം ഇവർ ബ്രേക്ക് ചെയ്യണം ആ പറയുന്നൊരു ലൈഫിലോട്ട് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. അത്തരത്തിലുള്ളൊരു എന്താ പറയുക അത്രയുള്ളൊരു പോർട്രലാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ളൊരു ട്രോമ അതിൽ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഇതിലൊരു സീനുണ്ട്. അപ്പം ആൾ സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ആൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനിൽ കറക്റ്റ് ആ ഒരു ട്രോമ ഈ പറയുന്നൊരു ഇതവർ വിഷ്വലി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് പറയാനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു പേരോ ഉണ്ടാവുന്നില്ല ആ പറയുന്നൊരു
കുട്ടിക്ക് അതൊരു ഭയങ്കര ഒരു ഇതാണ്. ആ പറയുന്ന ഒരു ട്രോമ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ആ ഒരു ജയിലിൽ നിന്ന് ആ കുട്ടി എന്നാ പറയുക അനുഭവിച്ചിട്ടുള്ള ഓരോ ഇതൊക്കെ ഉണ്ട്. ആ പറയുന്ന ഒരു ജയിലിൽ എന്താ പറയുക മുഴങ്ങുന്ന ഒരു ബെല്ലിൻ്റെ സൗണ്ട്, അതുപോലെ ഈ ക്ലാസ് മുറിയിൽ വരുമ്പോൾ ആ ഒരു ബെല്ലിൻ്റെ സൗണ്ട് ആ കുട്ടീനെ അത് എന്താ പറയുക ആ ഒരു ഓർമ്മ ആ കുട്ടിയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. ആ ഒരു ഭയങ്കര സ്റ്റക്കായി നിൽക്കുന്നു. ഒരു ചൈൽഡിൻ്റെ തന്നെ ഒരു ഇതുണ്ട്. ആ ഒരു കുട്ടിക്ക് ആ ഒരു ജയിലിൽ നിന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെളിയിൽ വന്നിട്ട് സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫിൽ ആൾ സ്റ്റേബിൾ ആകാമെന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടുക, അല്ലെങ്കിൽ പറയുന്നൊരു വുമൺ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ആ ഒരു മദറായിട്ട് തന്നെ അവർക്ക് ആ ഒരു ലൈഫിൽ അവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പഴയൊരു ഐഡൻറ്റിറ്റി അവർക്ക് എന്താ പറയുന്നത് അവരെ ഹോണ്ട് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു പഴയ പേര് അല്ലെങ്കിൽ പഴയൊരു പ്ലേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു ജയിലിൽ പോകാൻ കാരണമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം അവരെ വേട്ടയാടുന്നുണ്ട് ആ പറയുന്നൊരു ഇത്. അതിൽ നിന്നെല്ലാം ഇങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു ഫിലിം ശരിക്കും ഡീപ്ലി സംസാരിക്കുന്നത്. ആ പറയുന്നൊരു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ തീമായതുകൊണ്ട് ഈ പറയുന്നൊരു KGF എന്ന് പറയുന്നൊരു ഫിലിമാണെങ്കിൽ പോലും ആ ഒരു KGFൻ്റെ ഒക്കെ ഒരു കോർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ആ ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന് പറയുന്നൊരു ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവർ ആ ഒരു ഫിലിമിൽ അവർ സംസാരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ എത്ര കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ അവർ കുറച്ചും കൂടെ എന്താ പറയുക എടുത്ത് സംസാരിക്കുന്ന പോലെയാണ് ആ പറയുന്നത്. എത്ര കാലം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിന് പകരം വെക്കാനായിട്ട് വേറൊന്നുമില്ല. ഈ ഒരു ഫിലിമിൽ ആ ഒരു സ്റ്റോറിയുടെ പോക്കിൽ തന്നെ ആ ഒരു സ്പേസിൽ അവർ സെപ്പറേറ്റ് ആവുന്നുണ്ട്, അവർ പിരിയുന്നുണ്ട്. അതിനെല്ലാം ശേഷം ആ പറയുന്നൊരു മകൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടി വലുതായി കഴിഞ്ഞിട്ട് ഒരു അമ്മേനെ തേടി വരുന്നതായിട്ടാണ് ഈ പറയുന്നൊരു ഫിലിമിൽ. അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഫിലിം കണ്ടവരാണെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള റിലേറ്റബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഫിലിമുണ്ട്, ഫ്ലോറിഡ പ്രോജക്റ്റ് എന്ന് പറയും. ആ പറയുന്ന ഒരു ഫിലിമാണെങ്കിലും ഈ പറയുന്ന ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസോ അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡിൽ എത്രത്തോളം ആ ഒരു ചൈൽഡ്ഹുഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിക്ക്, ആ ഒരു എഡ്യൂക്കേഷൻ ആണെങ്കിലും ആ ഒരു വളരുന്ന ഒരു സ്പേസ് ആണെങ്കിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് സംസാരിക്കുന്ന ഒരു ഫിലിമാണ് ഈ പറയുന്ന പോലെ ഫ്ലോറിഡ പ്രോജക്റ്റ് എന്ന് പറയും. സീൻ ബേക്കർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിമാണ് ഈ പറയുന്ന ഒരു എന്താ പറയുക നിറയെ ഫെസ്റ്റിവൽസിലും അല്ലെങ്കിൽ അതുപോലെ ഡീപ്പായിട്ടുള്ളൊരു എമോഷൻ ഉണ്ട് ആ പറയുന്ന ഒരു ഫിലിമിൽ. ഈ ഫ്ലോറിഡ പ്രോജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ സിനിമയിലെ പോലെ തന്നെ ഒരു അമ്മയും അതിൻ്റെ അകത്തൊരു മോളാണ് ശരിക്കും പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു ബോയാണ്, അതിൻ്റെ അകത്തൊരു ഗേളാണ്. അപ്പം അവർക്ക് താമസിക്കുന്നത് തന്നെ അവരൊരു റെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ വാടക അടയ്ക്കാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു ലൈഫാണ് അവരവിടെ അവർക്ക് എന്താ പറയുക ജീവിക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികൾ ചെയ്യുക, പല തൊഴിലുകൾ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ലീഡിയായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി ആ പറയുന്നൊരു ഫിലിമിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ വരെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ് ഡീലിങ്സ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ റൺ ചെയ്യുന്ന പോലെയാണ് ആ പറയുന്നൊരു ഫിലിമിൽ. ആ ഒരു അമ്മയും മോളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ കാണിക്കുന്നുണ്ട്, അതിനുള്ള ഒരു സറൗണ്ടിങ്സ് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നൊരു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു സ്പേസിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ താമസിക്കുന്ന കുറച്ച് വ്യക്തികളാണ് ഈ പറയുന്നൊരു ഫിലിമിൽ അവർ പോർട്രേ ചെയ്തിരിക്കുന്നത് സീൻ ബേക്കർ. അപ്പം ആ പറയുന്നൊരു ബാക്ക് ഡ്രോപ്പിൽ ഇത്തരത്തിലുള്ള ലൈഫും അല്ലെങ്കിൽ ഒരു റെൻ്റ് അടയ്ക്കാൻ പോലും നല്ല പൈസ ഇല്ലാതെ ആ പറയുന്നൊരു ഇതിൽ ഇവർ നടത്തുന്ന ഒരു ജേണി അല്ലെങ്കിൽ ഒരു ഡ്രാമയാണ്. അതിനെല്ലാം ശേഷം ഈ പറയുന്നൊരു സ്റ്റോറി ഇതുപോലെ തന്നെയാണ്. ആ പറയുന്നൊരു കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് ആ പറയുന്നൊരു ഫിലിമിൽ കിട്ടുന്നില്ല. അതുപോലെയാണ് ആ പറയുന്നൊരു അതിലും സംസാരിക്കുന്ന ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്നൊരു ലേഡിക്ക് ഈ കുട്ടി എങ്ങനെ ഉണ്ടായെന്ന് ആ പറയുന്നൊരു ഫിലിമിലും സംസാരിക്കുന്നത്. ഈ പറയുന്നൊരു ഫിലിമിലാണെങ്കിലും എന്താ പറയുക ബാലെന്ന് പറയുന്നൊരു ഫിലിമിലാണെങ്കിലും ഈ പറയുന്ന അവർ ജയിലിൽ വെച്ചിട്ട് കുട്ടി ഉണ്ടായി ഇതിനുള്ള ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറയുന്നില്ല. ഒരു എന്താ പറയുക ഒരു ഹിൻഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചെറിയ സ്റ്റോറിയിലൂടെ അവരുടെ ഒരു ഡയലോഗിലൂടെ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ പറയുന്നൊരു ഫ്ലോറിഡ പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു ഫിലിമിലാണെങ്കിലും ആ പറയുന്നൊരു ഫിലിമിൽ ആ ഒരു അമ്മയും മോളും അവർ നടത്തുന്ന ഒരു സർവൈവലാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിലിം ഒരു സർവൈവലാണ്. ആ പറയുന്നൊരു ആ കുട്ടിയും അമ്മയും നടത്തുന്ന ഒരു ജേണിയാണ്. ഈ പടം കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് കണക്റ്റായി ആ പറയുന്നൊരു ഐഡിയ. അതിനെല്ലാം ശേഷം ഈ പറയുന്ന ഫ്ലോറിഡ പ്രോജക്റ്റ് ആണെങ്കിലും ഈ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഡ്രഗ് ഡീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പം എന്താ പറയുക ആ ഒരു കഥയുടെ പോക്കിൽ തന്നെ ഈ പറയുന്നൊരു മദർ ആ കുട്ടിയുടെ മദർ എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ പോവുകയാണ്. ആ പറയുന്നൊരു കുട്ടീനെ വീണ്ടും എന്താ പറയുക വേറൊരു അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പോലീസുകാരായിട്ട് തന്നെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ തന്നെ ലൈഫ് റൂയിൻ ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് ആ പറയുന്നൊരു ഫിലിമിലാണെങ്കിൽ. അതുപോലെ തന്നെ ബാലിലോട്ട് വരുവാണെങ്കിൽ ബാലിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ കൊളാബറേഷൻ ആണെങ്കിൽ പോലും ആ ഒരു കാസ്റ്റിംഗ് ആണെങ്കിൽ ശരി പുതുതായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ എടുത്തിട്ട് അതിലവർ വർക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവരുടെ മേലിൽ വെക്കുന്നൊരു അവരെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ പറയുന്നൊരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ പറയുന്നൊരു ഫിലിം കണ്ടിരിക്കും. അതുപോലെ ബീന ആൻ്റണിയുടെ ക്യാരക്ടറാണെങ്കിലും അതുപോലെ ഒരു ഡോളി ജൂൺ എന്നാണ് തോന്നുന്നത് ഒരു
ഗ്രാൻഡ് മദറായിട്ട് അവരുടെ പെർഫോമൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം എല്ലാ രീതിയിലും എല്ലാ മീഡിയത്തിലും അവർ 100% വർക്ക് ചെയ്തുകൊണ്ടാണ് ആ പറയുന്നൊരു പ്യൂറായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്നൊരു ഫിലിമിൽ. അതുപോലെ തന്നെ അത് ലേഡിയായിട്ട് വരുന്നൊരു 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മദറാണെങ്കിൽ, ഒന്ന് ആ ഗ്രാൻഡ് മദറായിട്ടുള്ളൊരു ആ വെല്ലുമ്മച്ചിയായിട്ട് അഭിനയിക്കുന്നൊരു വ്യക്തി. അതുപോലെ ഇതിൻ്റെ അകത്ത് മാനസികമായിട്ടൊരു കുഴപ്പമുള്ളൊരു വ്യക്തിയുണ്ട്. അവർക്ക് ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന അവരുടെ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം കൂടെ സംസാരിക്കുന്ന ഒരു ഫിലിമാണ് ഈ പറയുന്നൊരു ഇത്. പറയുന്നൊരു മദറും അല്ലെങ്കിൽ ഈ പറയുന്നൊരു ആ കുട്ടിയും കൂടെ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയിലാണ് ആ പറയുന്നൊരു ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഒരു ഹോം നേഴ്സിങ്ങുള്ള ഒരു പരിപാടിയായിട്ട് അവരുടെ ഐഡൻറ്റിറ്റിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം സംസാരിക്കുന്നതാണ് ഈ പറയുന്ന ഒരു ഫിലിം. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നുണ്ട്. നമ്മുടെ ആ ഒരു പേരാണെങ്കിൽ നമ്മൾ ജനിച്ച് വളർന്നൊരു സ്ഥലമോ ആ ഒരു പ്ലേസിന് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സ്റ്റോറി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഒരു ഹ്യൂമൻ ലൈഫിനെ അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്നൊരു ഇതിൽ. അതൊക്കെ പറയാതെ പറഞ്ഞ് പോവുകയാണ് ഈ പറയുന്നൊരു ഫിലിമിൽ. അങ്ങനെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ ആ ഒരു ലേഡിയായിട്ട് ആ ഒരു ആ ഒരു സൈക്കോളജിക്കലി ഒരു പ്രോബ്ലം ലേഡിയുടെ ഐഡൻറ്റിറ്റി ഇവർ പോകുന്നുണ്ടെങ്കിലും ആ ലേഡിക്ക് ഒരു ലൈഫ് ഉണ്ടാവാം. ആ ഒരു ലേഡി ആ പറയുന്നൊരു ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു വേൾഡിൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡിൽ ആ പറയുന്നൊരു വ്യക്തിക്ക് ഒരു ഐഡൻറ്റിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഇവർക്കാണ് ആ ഒരു ഐഡൻറ്റിറ്റിയുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്കും അമ്മയ്ക്കും ഇവർക്ക് ജീവിക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്കാണ് ആ ഐഡൻറ്റിറ്റി ആവശ്യമുള്ളൂ. ഇവർക്ക് സർവൈവ് ചെയ്യണം ലൈഫിൽ, അതിന് വേണ്ടിയിട്ട് ഇവരൊരു ഐഡൻറ്റിറ്റി തരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രാൻഡ് മദറായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യക്തി ഭയങ്കര ഒരു പവർഫുള്ളായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് ആ പറയുന്ന ഒരു വലിയ അല്ലെങ്കിൽ ആ ഒരു പ്രായമുള്ള ഒരു വ്യക്തി. അവർക്ക് കൂട്ടിനൊരു തോക്കും അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ആ ഒരു കഥയുടെ പോക്കിൽ തന്നെ ആ ഒരു തോക്കെന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നി. എന്നുവെച്ചാൽ അവർക്ക് സപ്പോർട്ടിന് ആരും ഇല്ലാത്തൊരു ടൈമിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവർ ആ ചെന്നെത്തുന്ന ഒരു വീടും അവർക്കൊരു സപ്പോർട്ടീവാണ്, ആ ഒരു ക്യാരക്ടർ സപ്പോർട്ടീവാണ്. അന്ന് അവർക്ക് കിട്ടുന്ന ഒരു ഒരു ടൂൾ, ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് ആ ഒരു തോക്ക് എന്ന് പറയുന്നത്. അവർക്ക് സർവൈവ് ചെയ്യാൻ അത്രത്തോളം ആവശ്യമായിട്ടുള്ളൊരു ഒരു കാര്യമായിട്ടാണ് ആ പറയുന്നൊരു ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ജീൻ പോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ പറയുന്നൊരു ഐഡിയ ഭയങ്കര രസമായിട്ട് തോന്നി. ആ പറയുന്നത് ജീൻ പോളിൻ്റെ ഒരു ക്യാരക്ടറും അവർ തമ്മിലുള്ളൊരു വേറൊരു ലേഡി ഉണ്ട് അതിനകത്ത്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന് വേണ്ടിയിട്ടൊരു വൈരാഗ്യം അല്ലെങ്കിൽ ഒത്തിരി നമ്മുടെ ലൈഫിലാണെങ്കിൽ അല്ല നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കര ഒരു വയലൻസോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്ന ടൈമാണ്. ഇപ്പോൾ റീസെൻ്റൊക്കെ ആയിട്ടാണല്ലോ ഒത്തിരി ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. നമ്മൾ ചെറിയ കാര്യമുള്ളതായിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര വയലൻസോ കാര്യങ്ങൾ എടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ ഇന്നത്തെ കാലത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെയാണ് ആ പറയുന്നൊരു ജീൻ്റെ ഒരു പോലീസ് ക്യാരക്ടർ. എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യത്തിന് വരെ അത്രത്തോളം റിവഞ്ച് എടുക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുക എന്ന് പറയുന്നൊരു ഇതാണ് ആ പറയുന്നൊരു ക്യാരക്ടർ. അത് ആ ഒരു ഐഡിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ പറയുന്നൊരു ഫിലിം. അല്ലെങ്കിൽ പണ്ട് ആൾക്ക് ഉണ്ടായിരുന്നൊരു പ്രോബ്ലത്തിൻ്റെ ഇതിൽ ആ ഒരു വൈരാഗ്യം ഉള്ളിൽ വെച്ചിട്ട് ആളുടെ ഒരു ഫ്രണ്ടിനോടുള്ളൊരു ഇതാണ്. അപ്പോൾ ആ ഒരു ഇത് വൈരാഗ്യം വെച്ചിട്ട് ആളുടെ ഫ്രണ്ടിനൊരു ഒരു എക്സിറ്റ് സെലക്ഷനോ അങ്ങനെ എന്തോ ഒരു ഇത് വരുമ്പം അത് ക്യാൻസൽ ചെയ്ത് വിടുന്നതും ആളത്രത്തോളം ഒരു ഭയങ്കര ഒരു റൂഡായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ, അത്രത്തോളം ഒരു അൺകംഫർട്ടബിൾ ആണ്. നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ഭയങ്കര ആക്ടിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളിയുടെ. ഭയങ്കര ഈ പറയുന്ന അൻവർ അലിയുടെ ലിറിക്സ് എടുത്തു പറയുന്ന ഒരു കേസാണ്. ആ പറയുന്നൊരു സ്റ്റോറി തന്നെ റിവീൽ ചെയ്യുന്ന പോലെയാണ് ആ പറയുന്നൊരു പാട്ട്. അവർ ആ ഒരു ലൈഫിലൂടെ ആ ഒരു പോലീസ് ആയിട്ടുള്ള ഒരു യാത്ര നടത്തുവാന്നു. സ്റ്റോറിയുടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നൊരു ഇതാണ്, ഇലകൾ ഒഴുകി നീങ്ങും പോലെ ഇരു സഞ്ചാരികൾ എന്ന് പറയുന്ന പോലെ തന്നെ ലൈഫ് തന്നെ ഒരു ജേണിയാണ്. ആ ഒരു അവരുടെ ജേണി എന്നുള്ളൊരു അവരുടെ ലൈഫിൽ നിന്നുള്ളൊരു ചെറിയ പാർട്ടാണ് ഈ പറയുന്ന ഒരു ഡയറക്ടർ പോയിന്റ് ചെയ്തിരിക്കുന്നത്. അത്രയുണ്ട്. അതുപോലെ തന്നെ ക്യാമറ എന്ന് പറയുന്നൊരു കാര്യം, ഷാജി ഭാരത് എന്ന് പറയുന്നൊരു ക്യാമറ അല്ലെങ്കിൽ എത്ര വർക്കുകൾ പുള്ളി ചെയ്യുന്നുണ്ട്. ഈ മയു എന്നൊക്കെ പറയുന്ന ഫിലിമുണ്ട്, അല്ലെങ്കിൽ ചിദംബരത്തിൻ്റെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്. അപ്പം ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ നല്ല അച്ചീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഭയങ്കര ഒരു ക്യൂരിയസ് ആണ്. എന്ന് വെച്ചാൽ അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളിയുടെ ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം കൊളാബറേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ ഇൻഫർമേഷൻ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഷൈജു കാലത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ടുള്ളൊരു ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളൊരു ഐഡിയാസൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര ക്യൂരിയസ് ആണ് ഈ പറയുന്നൊരു വർക്ക്. ഈമോയിമോ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട് പുള്ളി ഷൂട്ട് ചെയ്തിട്ടുള്ള നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ രീതിയിലും നോക്കുവാണെങ്കിൽ ആ ഒരു ഫിലിമാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ
ഈ പറയുന്ന ഒരു ഫിലിമാണെങ്കിലും ക്യാമറ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പറയുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ പറയുന്ന ഒരു പ്ലേസിനെ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു വിഷ്വലിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന ഒരു ഷൈജുവിൻ്റെ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഒരു ഫിലിമിൽ. ഷൈജു കാലത്ത് എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ്, അതുപോലെ മ്യൂസിക് ആണെങ്കിലും സുഷിൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ പറയുന്നൊരു മ്യൂസിക് ആണെങ്കിലും അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോലെയാണ് ആ പറയുന്നൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ശരി. കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് സംസാരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആ പറയുക വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ ആൾ തിരിച്ചു വരുന്നുണ്ട് ഈ പറയുന്ന ഒരു ഫിലിമിൽ. എത്ര താമസിച്ചാലും ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഫിലിമിൽ വരുന്ന ഒരു ബെസ്റ്റ് ഡയലോഗാണ്, ഞാൻ എത്ര താമസിച്ചാലും നീ ഇവിടെ വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി എന്ന് പറയുന്നത്. അത് ആ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ ഉള്ള ഒരു ഡയലോഗല്ല, ആ ഒരു ടോട്ടലി അവരുടെ ഒരു ടോട്ടൽ ലൈഫിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എത്ര വെയിറ്റ് ചെയ്താലും ഞാൻ നിനക്ക് വേണ്ടി വരൂ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഫിലോസഫിയിലാണ് ആ പറയുന്ന ഒരു ഡയലോഗ്. ആൾ തിരിച്ചു വരുന്നതും ആ ഒരു പഴയ സ്ഥലത്ത് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇത് തിയേറ്ററിൽ ഞാനത് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൈമാക്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ആ ഒരു മോനും അമ്മയും ഒരു ആ ഒരു പഴയ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സീനാണ് അവർ നമ്മൾ ആ ഒരു മീറ്റ് ചെയ്യുന്ന സീനിൽ ടോട്ടലി ഭയങ്കര സൈലൻസ് ആയിരിക്കും. ആ ഒരു സൈലൻസിൽ ഇവർ അവരത് ഏറ്റവും രണ്ടുപേരും ആ ഒരു മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നി. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര ഇമോഷണലാണ് ആ പറയുന്നൊരു ആ ഒരു സാധനം ഭയങ്കര നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പറയാം സ്റ്റോറിക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു കൊമേഴ്ഷ്യലായിട്ട് വർക്കാവുന്ന ഒരു ഫിലിമാണെങ്കിലും ഭയങ്കര ഒരു എന്താ ഒരു ഫിസിക്കൽ കൈൻഡ് ഓഫ് ഒരു സ്റ്റഫ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്കത് ഏത് എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഒരു ഓഡിയൻസിൽ ഇത് വാച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ ബാലം കണ്ടിന് ശേഷം ഈ പറയുന്നൊരു കോറടി ഈ പറയുന്ന ഒരു ഫ്ലോറിഡ പ്രോജക്റ്റിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി വാച്ച് ചെയ്ത് നോക്കുക എല്ലാവരും. രണ്ട് ഫിലിമും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫിലിം എല്ലാവരും തന്നെ വാച്ച് ചെയ്യുന്ന ഒരു ഫിലിമാണ്, ഒരു ഫാമിലിയായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്.